ശ്രീ അഡ്വക്കേറ്റ് എം താര DCC മെമ്പർ അങ്ങയോട് സ്റ്റേറ്റ് ഫോർവേഡിൻ്റെ സ്വാഗതം. നാവായിക്കുളം ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ 4 വർഷത്തെ ഇടതുമുന്നണി ഭരണ നേട്ടം ആണോ പരാജയമാണോ? 100% പരാജയമാണ്. കാരണം പഞ്ചായത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷയ്ക്കത്ത് ഒരു കാര്യവും ചെയ്തു കൊടുക്കാൻ ഈ പഞ്ചായത്തിലാണ് നമുക്ക് സാധിച്ചത്. CPM-ൻ്റെ പഞ്ചായത്ത് ഭരണത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ എപ്പോഴും വെറും പാവകളാണ്. അവിടെ അവർക്ക് മുകളിൽ പാർട്ടി ഘടകങ്ങളാണ് അവർ നിയന്ത്രിക്കുന്നത്. അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ടൂളുകളായി മാത്രം പ്രവർത്തിക്കാൻ ഇവർ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ജനങ്ങളോട് ഒരു ഉത്തരവാദിത്വം പൂർണ്ണമായും നിറവേറ്റാൻ കഴിയാറില്ല. എപ്പോഴും അവരെ പിന്നിൽ നിന്ന് ചരട് നിയന്ത്രിക്കുന്നത് പാർട്ടിയുടെ നേതൃത്വം. ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം വന്നതിന് ശേഷം ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വാചകം കൊണ്ടുള്ള സഹായമല്ലാതെ മുഴുവൻ ഫണ്ടുകളും കവർന്നെടുക്കുകയും അധികാരങ്ങൾ കവർന്നെടുക്കുകയും ചെയ്ത ചരിത്രമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. പഞ്ചായത്തുകൾക്ക് അനുവദിക്കപ്പെടുന്ന ഫണ്ടുകൾ യഥാവിധി ചെലവഴിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ, പൈസ കൊടുക്കാത്ത അവസ്ഥയിൽ എത്രയോ തവണ നമ്മൾ UDF തന്നെ അതിന് പലതവണ സമരം ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനപ്രതിനിധികളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ ആളുകൾക്ക് ലൈഫ് ഭവന പദ്ധതി തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. ഈ ലിസ്റ്റ് ഉണ്ടാക്കലല്ലാതെ എത്ര പേർ കൊടുത്തിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് എത്രയോ പരിമിതമായ വീടുകളാണ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അതിനുള്ള ഫണ്ട് ഒരു ഗഡു കൊടുത്തു കഴിഞ്ഞ് പാവങ്ങൾ അവരുടെ ഉള്ള വീട് പൊളിച്ച് അടുത്ത പണി ചെയ്യുന്നതിന് വേണ്ടി ഫണ്ടിന് വേണ്ടി പണി കടം വാങ്ങി ചെയ്തതിന് ശേഷം പാതി വഴിയിൽ ആ നിർമ്മാണം കിടക്കുന്ന അവസ്ഥയാണ്. എത്രയോ വീടുകൾ, എത്രയോ പേർ അവരുള്ള വീട് നഷ്ടപ്പെടുന്നു. അവസാനം കടത്തിണ്ണയിലോ അതല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ അഭയം ബന്ധുവീടുകളിലോ അഭയം പ്രാപിക്കേണ്ട ഒരവസ്ഥയാണ്. ഭരണപരാജയമെങ്കിൽ എന്തുകൊണ്ട് ഏതെല്ലാം മേഖലകളിൽ? ഭരണപരാജയത്തിൻ്റെ ഒന്നാമത്തെ കാര്യം ഗവൺമെൻറ്റിൻ്റെ സമീപനമാണ്. കാരണം വികസനത്തിനാവശ്യമായ ഫണ്ട് യഥാസമയം കൊടുക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് തയ്യാറാണ്. രണ്ടാമത്തെ കാര്യം, ത്രിതല പഞ്ചായത്തിന് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഭരണഘടനാപരമായ അനുവദിക്കപ്പെട്ടിട്ടുള്ള അധികാരങ്ങൾ പോലും കവർന്നെടുക്കുന്ന ഒരു സമീപനമാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. അപ്പോൾ ഉദാഹരണത്തിന് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അധികാരം വിട്ടൊഴിയുമ്പോൾ ഈ നാവായിക്കുളം ഗ്രാമപഞ്ചായത്തിൽ ഒരു ബാറുമില്ല, ഒറ്റ ബാറുമില്ല. കാരണം എല്ലാ ബാറിൻ്റെയും ഉണ്ടായിരുന്നതിൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്ത് ഒറ്റ ബാറുമില്ല. ഇടത് ഗവൺമെൻറ് എടുത്ത തീരുമാനം എന്തെന്ന് വെച്ചാൽ അതുവരെ ഒരു സ്ഥലത്തൊരു ബാർ ആരംഭിക്കണമെങ്കിൽ ഏറ്റവും പ്രാഥമികമായി വേണ്ടുന്നത് പഞ്ചായത്തിൻ്റെ ലൈസൻസാണ്. പഞ്ചായത്തിൻ്റെ ലൈസൻസ്. ഇപ്പോൾ ആ പഞ്ചായത്തിൻ്റെ ലൈസൻസ് സംവിധാനം ഒഴിവാക്കി ഗവൺമെൻറ്. പഞ്ചായത്തിൻ്റെ ലൈസൻസ് വേണ്ട. ഇപ്പോൾ നാവായിക്കുളം പഞ്ചായത്തിനകത്ത് 4 ബാറാണ്. ഒരു പഞ്ചായത്തിനകത്ത് 4 ബാറാണ്. എന്നിട്ടാണ് ഇവിടെ അതിനെതിരെ പിന്നീട് ഇവിടെ മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ പിന്നീട് എന്ന് പറഞ്ഞ് പാവപ്പെട്ട കൊച്ചുകുട്ടികളെ രംഗത്തിറക്കിക്കൊണ്ട് ഉള്ള പരിപാടികളുമായിട്ടുള്ള. അപ്പോൾ ഇതുപോലെ, കാരണം പഞ്ചായത്ത് ആണ് അതിന് ലൈസൻസിന് കൊടുക്കേണ്ടി വരുന്നത്. ഒരു സ്വാഭാവികമായിട്ടും നാട്ടിലെ ജനങ്ങളുടെ വികാരത്തിനനുസരിച്ച് അത്തരം കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ പഞ്ചായത്തുകൾക്ക് കഴിയുമായിരുന്നു. ആ അധികാരം എടുത്തു മാറ്റി. അതുപോലെ വൻകിട സ്ഥാപനങ്ങൾക്കായാലും ഉള്ള അധികാരങ്ങൾ ഗവൺമെൻറ് ത്രിതല പഞ്ചായത്തിനുള്ള അധികാരം എടുത്തു മാറ്റി. ഫണ്ട് സമയത്ത് കൊടുക്കുന്നില്ല. പിന്നെ കൊടുക്കുന്ന ഫണ്ട് വിനിയോഗിക്കുന്ന കാര്യത്തിൽ യാതൊരു നിഷ്കർഷയുമില്ല. കാരണം അതിന് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ
ഇത് പാർട്ടിയുടെ ചില നേതാക്കന്മാർ ഇരുന്ന് ചരടിലൂടെ നിയന്ത്രിക്കുന്നത് കൊണ്ട് ഇവർക്ക് ജനപ്രതിനിധികൾക്ക് അതിലൊന്നും ചെയ്യാനും കഴിയില്ല. പോകുന്ന തെരഞ്ഞെടുപ്പിൽ UDF നാവായിക്കുളം പഞ്ചായത്തിൽ അധികാരത്തിൽ എത്തിയാൽ ജനക്ഷേമ പ്രവർത്തനങ്ങൾ എന്തെല്ലാം ചെയ്യും? UDF ഇതിന് തൊട്ടു മുമ്പുള്ള പഞ്ചായത്ത് ഭരണം UDFന്റെ നേതൃത്വത്തിലായിരുന്നു. ഈ പഞ്ചായത്തിൻ്റെ അടുത്ത സമീപകാലത്തെ ചരിത്രം എടുത്തു നോക്കിയാൽ ഏറ്റവും ജനക്ഷേമകരമായ ഒരുപാട് പരിപാടികൾ പദ്ധതികൾ നടപ്പിലാക്കിയത് ആ പഞ്ചായത്ത് സമിതിയാണ്. ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് പ്രയോജനമുള്ള ഒരുപാട് പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി. കോവിഡിൻ്റെ ഒരു കാലഘട്ടത്തിൽ കൂടിയായിരുന്നു. ഞാൻ ഓർക്കുന്നത് ആ കോവിഡ് സമയത്ത് നമ്മുടെ ഈ പഞ്ചായത്തിനകത്തുള്ള എല്ലാ പാവപ്പെട്ട വീടുകളിലും ഭക്ഷണം എത്തിക്കുന്ന കാര്യത്തിൽ, മരുന്നെത്തിക്കുന്ന കാര്യത്തിൽ ഒക്കെ ഒരു സാധാരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് അധികമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആ പഞ്ചായത്ത് ഭരണ സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ നാവായിക്കുളം പഞ്ചായത്ത് എന്ന് പറയുന്നത് കർഷകർ തിങ്ങിപ്പാർക്കുന്ന ഒരു പഞ്ചായത്താണ്. ഇവിടെ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന കശുവണ്ടി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ഉള്ള പഞ്ചായത്താണ്. അപ്പോൾ അങ്ങനെയുള്ള പാവങ്ങൾക്കും സാധാരണക്കാർക്കും പ്രയോജനകരമായ, ഇവിടെ ഇപ്പോൾ ആശുപത്രിയുടെയൊക്കെ പ്രവർത്തനം താളം തെറ്റി നടക്കുകയാണ്. അവിടെ മരുന്നില്ല, എത്രയോ പേർ വന്ന് മരുന്ന് ലഭിക്കാതെ പോകുന്നുണ്ട്. അവിടെയൊക്കെ കൃത്യമായി മരുന്ന് ലഭ്യമാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതുപോലെ പ്രാദേശിക വികസനത്തിന് നമ്മുടെ പ്രാദേശികമായ ഗതാഗത സൗകര്യത്തിനായാലും പ്രാദേശിക വികസനത്തിനായാലും പാവപ്പെട്ട ആളുകൾക്കുള്ള ഭവന നിർമ്മാണ പദ്ധതികൾ ഉൾപ്പെടെയുള്ളവ നടപ്പിലാക്കുന്നതിനൊക്കെ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ UDFന്റെ ഒരു പഞ്ചായത്ത് സമിതി വന്നാൽ സാധിക്കും. ഇന്നാണ് നിങ്ങൾ കേൾക്കുന്നത്. അല്ല, വ്യത്യാസമുണ്ടോ? UDF മുന്നണിയിൽ അങ്ങനെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. തീർച്ചയായിട്ടും വളരെ യോജിച്ച് നല്ല നിലയിൽ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ് UDFൽ. ഒരു അഭിപ്രായ വ്യത്യാസവും ഈ പഞ്ചായത്തിനകത്ത് അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമില്ല, അതിൻ്റെ കാരണവുമില്ല. താങ്കൾ ഏറെക്കാലമായി നാവായിക്കുളം സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റായിട്ടിരിക്കുന്നു. ഈ കാലയളവിലുള്ള ബാങ്കിൻ്റെ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് അങ്ങൊന്ന് പറയാം. ഞാൻ ഈ ബാങ്കിൻ്റെ ഭരണസാരഥ്യത്തിലേക്ക് വന്നിട്ട് ഇപ്പോൾ 7ാമത്തെ വർഷമാണ്. ഒരു ടേം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷമാണ്. ഈ ബാങ്ക് ക്രമാനുഗതമായി ഇങ്ങനെ ജനങ്ങളുമായി ഇടപഴകി നല്ല നിലയിൽ, ഞാൻ വരുന്നതിന് മുൻപും ഉള്ള ഭരണാധികാരികളും വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും അതുകൊണ്ട് തന്നെ ബാങ്കിന് നല്ല ഒരു വളർച്ച ഉണ്ടായിട്ടുള്ള ഒരു ബാങ്കാണ്. കഴിഞ്ഞ 7 വർഷം ഞാൻ വന്നതിന് ശേഷം എനിക്ക് എടുത്തു പറയാൻ കഴിയുന്നൊരു കാര്യം, ഇന്ന് സഹകരണ മേഖല ഒരുപാട് പ്രതിസന്ധിയും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ എങ്കിൽ കൂടിയും നമ്മുടെ നാവായിക്കുളം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ് അന്നുണ്ടായിരുന്നതിൻ്റെ നേരെ ഇരട്ടിയായി വർദ്ധിച്ചു ഡെപ്പോസിറ്റ്. അതുപോലെ തന്നെ വായ്പ വിതരണം അന്നുണ്ടായിരുന്നതിൻ്റെ നേരെ ഇരട്ടി തുക വായ്പാ വിതരണം കൊടുക്കുന്നുണ്ട്. നമുക്ക് പിന്നീട് ഒരുപാട് കുടിശ്ശിക മൂലമുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് വളരെ തന്മയത്വത്തോടുകൂടി ആളുകളെ വലിയ ബുദ്ധിമുട്ടിക്കാതെ എന്നാൽ ആവശ്യമായ കാര്യങ്ങൾ നിറവേറ്റി കുടിശ്ശിക തിരിച്ചുകൊണ്ട് പരമാവധി ഏറ്റവും കുറഞ്ഞ നിലയിൽ, ഒരുപക്ഷേ ഈ ജില്ലയിലെ ഏറ്റവും കുറച്ച് കുടിശ്ശിക ഉള്ള ബാങ്കുകളുടെ ഒരു പട്ടികയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇതിലെല്ലാറ്റിലും വരെ എനിക്ക് ഏറ്റവും അഭിമാനവും സന്തോഷകരവുമായി ഉള്ള ഒരു കാര്യം ഇന്നിപ്പോൾ ഈ സ്ഥാപനം ഉൾക്കൊള്ളുന്ന ഇവിടെ നാവായിക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി, കാർഷിക മേഖലയിൽ ഇടപെടുന്നതിന് വേണ്ടി ഒരു വലിയ പദ്ധതിക്ക് രൂപം കൊടുക്കാൻ, ആ പദ്ധതിക്ക് നബാർഡിൻ്റെ സഹായത്തോടുകൂടി കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് നേരിട്ടാണ് അതിനുള്ള നമുക്ക് അംഗീകാരം വാങ്ങാൻ സാധിച്ചത്. തുടർന്ന് ആ പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ചാരിതാർത്ഥ്യപരമായ ഒരു കാര്യമാണ്. കാരണം ഒരു സഹകരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുക്കുക എന്നുള്ളതിൻ്റെ ഒരു പ്രാഥമികമായ ബാധ്യതയായി കണ്ടുകൊണ്ട് ആ കാര്യത്തിലും നമുക്ക് മുന്നോട്ട് പോകാൻ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്.
പിന്നെ തുടർച്ചയായി അംഗങ്ങൾക്ക് അവരുടെ ലാഭവിഹിത ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു ബാങ്കാണ്. ഈ ഇക്കാലത്ത് മിക്കവാറും പല സഹകരണ ബാങ്കുകളും നിക്ഷേപ ചോർച്ച ഉണ്ടാകുമ്പോൾ നമുക്ക് നിക്ഷേപ വർധന ഉണ്ടാകുന്നത് ജനങ്ങൾക്കിടയിൽ ആ വിശ്വാസം നിലനിർത്താൻ കഴിയുന്നത് കൊണ്ട് തന്നെയാണ്. താങ്ക് യു സാർ. ഇത്രയും നേരം സ്റ്റേറ്റ് ഫോർവേഡ് സാർ. അഡ്വക്കേറ്റ് താജുദ്ദീൻ സാർ, നമസ്കാരം. സ്റ്റേറ്റ് ഫോർവേഡിലേക്ക്. അങ്ങ് ഏറെക്കാലമായി LDF പ്രവർത്തിക്കുകയും LDFിൻ്റെ നേതൃത്വ സംഘത്തിലേക്കും ഭരണ പങ്കാളിയും ആയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങ് LDF വിട്ട് UDFിലേക്ക് RSPയിലേക്ക് വരാനുള്ള കാരണം? കഴിഞ്ഞ കുറച്ച് നാളുകളായി പാർട്ടിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അവഗണിക്കപ്പെടുന്ന കമ്മിറ്റികളിൽ നിന്നും പരിപാടിയിൽ നിന്നും അവഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അതിനുശേഷമുള്ള കാലഘട്ടത്തിൽ പരിശോധിക്കപ്പെടുമ്പോൾ ബോധപൂർവമായി പാർട്ടിയുടെ ഒരു ഫോക്കസായി നിന്നുകൊണ്ട് ഒരു വിഭാഗം ഒരു ഫോക്കസായി നിന്നുകൊണ്ട് എന്നെ പൂർണ്ണമായി അവഗണിക്കുന്ന, പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം അതിൽ ഞാൻ പല നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചിട്ടുള്ളതായിരുന്നു. എങ്കിൽ പോലും അത് പരിഹരിച്ചു കൊണ്ടുപോകുവാൻ ഈ പാർട്ടിക്ക്, കിളിമാനൂർ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അവഗണനയല്ല, നമ്മളെ പൂർണ്ണമായി അവഗണിക്കുക, കുറ്റപ്പെടുത്തുക, അവഗണിക്കുക എന്നുള്ളൊരു സമീപനത്തിലേക്കാണ് നമ്മുടെ പാർട്ടി പോയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ CPMുമായുള്ള ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് ഒരു ജനാധിപത്യ സോഷ്യലിസ്റ്റ് പാർട്ടി എന്നുള്ള രീതിയിൽ RSPയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ഞാൻ തയ്യാറായി. RSP UDFിൻ്റെ ഭാഗമാണ്. അതെ. RSPയിൽ ചേർന്ന് യഥാർത്ഥ ഇടതുപക്ഷ പാർട്ടി എന്ന് RSPക്കാർ അവകാശപ്പെടുന്ന, യഥാർത്ഥ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന RSPക്കാർ അവകാശപ്പെടുന്ന ഇതിൽ പ്രവർത്തിക്കുന്ന അങ്ങ് തൃപ്തനാണ്? ഒരു ജനാധിപത്യ സോഷ്യലിസ്റ്റ് പാർട്ടി എന്നുള്ള രീതിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആശയഗതികൾ തന്നെ പിന്തുടരുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ എനിക്കതിൽ തുടർന്ന് പ്രവർത്തിക്കുന്നതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. താങ്ക് യു. സ്റ്റേറ്റ് ഫോർവേഡിനോട് സഹകരിച്ചു.